ബിഗ് ബോസിന്റെ ഇത്രയും നാളത്തെ സീസണുകളിലെ ആദ്യ വനിതാ വിജയിയാണ് ദിൽഷ. ഒരു ഇന്ത്യൻ നടിയും നർത്തകിയും ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ ഹോൾഡറുമാണ്. ദിൽഷ മാത്രമാണ് ഇതുവരെ ഒരു വനിതാ കണ്ടസ്റ്റന്റ് ആയിട്ട് ജയിച്ചു വന്നിട്ടുള്ളത്. 2014 ഡാൻസ് റിയാലിറ്റി പ്രോഗ്രാമായ ഡി4 ഡാൻസ് സീസൺ 1 ദിൽഷ മത്സരിച്ചത്. അതിൽ 5ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. പിന്നീട് കാണാ കൺമണി എന്ന സീരിയലിൽ അഭിനയിച്ചു. 2016 ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ മികച്ച അഭിനയത്തിനുള്ള അവാർഡ് വരെ ദിൽഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ എത്തിയതോടെയാണ് ദിൽഷയെ പറ്റി കൂടുതൽ പേർ അറിയാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഇത് എത്ര നല്ല ദിൽഷയുടെ ലൈഫിലെ ഏറ്റവും ഭയങ്കര വാല്യൂ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ആ ബിഗ് ബോസിന്റെ ആ ഒരു മൊമെന്റോ അതൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ എന്താ ആക്ച്വലി ആ ഒരു മൊമെന്റിലേക്ക് എത്തിയപ്പോൾ എന്തായിരുന്നു തോന്നി? ഞാൻ വീണ്ടും ആലോചിക്കാട്ടെ, ഞാൻ ആ ട്രോഫി പിടിച്ച് നിൽക്കുന്നത്. എനിക്ക് മനസ്സിൽ വന്നത് എയർപോർട്ടിലേക്ക് അതും പിടിച്ചോണ്ട് വരുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരാ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ലേഡി വിന്നർ ആവാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. കാരണം ഇനിയുള്ള ബിഗ് ബോസിലും പെൺകുട്ടികൾ വിൻ ചെയ്യാം, അതിലൊരു സംശയമില്ല. പക്ഷെ ഈ ഫസ്റ്റ് ലേഡി വിന്നർ എന്നുള്ളൊരു ടൈറ്റിൽ എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ അതിനിപ്പം ആര് വന്നു പോയാലും ആ ഒരു പേര് അത് അവിടെ തന്നെ ഉണ്ടാവും. ചരിത്രം കുറിക്കുകയാണ് നമ്മൾ. പക്ഷെ അത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വിൻ ചെയ്യണം. കാരണം ആ വീട്ടിൽ 100 days നിൽക്കാന്ന് പറയുന്നതൊന്നും സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല, ഭയങ്കര ടഫാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യാനുണ്ടാവും നമുക്ക്. അപ്പോൾ 100 days നിൽക്കാന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അതിലുപരി അതിൽ വിൻ ചെയ്യാന്ന് പറയുന്നത് അതിലും വലിയ ടാസ്ക്കാണ്. അപ്പം അതെനിക്ക് കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആ ഒരു മൊമെന്റ് എനിക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഒരു അവിടെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ കുഴപ്പമില്ല, കാരണം എല്ലാം എപ്പോഴും ഹാപ്പി ആയിട്ട് എൻഡ് ആവണമെന്നില്ലല്ലോ. അപ്പം എല്ലാത്തിനും ഓരോരോ റീസണും കാര്യങ്ങളും ഉണ്ടാവും, ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ഓക്കെ, പക്ഷെ ആ ഒരു മൊമെന്റ് കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും എവിടെന്നെങ്കിലും ഒരു ഹാപ്പിനെസ് കണ്ടെത്തിയേ പറ്റുള്ളൂ, കാരണം ആ മൊമെന്റ് ഇനി തിരിച്ച് കിട്ടില്ല. ഞാനവിടെ ജമ്പ് ചെയ്യായിരുന്നു വിന്നറാന്ന് പറഞ്ഞപ്പോ ലാലേട്ടന്റെ കൈ പിടിച്ചിട്ട് ഭഗവാനെ ലാലേട്ടൻ കിടന്ന് ഇളകരുത് ഞാൻ തന്നെയാണോ? ഓക്കെ, എങ്ങനെയായിരുന്നു ബിഗ് ബോസിലേക്കുള്ള കോള് വന്നപ്പോൾ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഞാൻ റംസാനോട് റംസാൻ പറഞ്ഞു ഞാൻ അതിന് പോയില്ലെന്നാ പറഞ്ഞത്. അല്ല, വെരി ഫസ്റ്റ് ബിഗ് ബോസിൽ കോള് വന്നതായിരുന്നു. അപ്പൊ ഞാൻ പോയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഞാനില്ല ബിഗ് ബോസിലുണ്ട്. കാരണം ഞാൻ ഭയങ്കര ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ്. അപ്പം ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് അങ്ങനെയുള്ളതൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ലായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങി, കുറച്ചും കൂടെ ഒന്ന് ബോൾഡ് ആവാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഇങ്ങനെ വന്നു. പിന്നെ ഞാൻ ബ്രേക്കിലായിരുന്നു, പല്ലിന് ക്ലിപ്പ് ഇട്ടപ്പോ ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്നു. കാരണം ക്ലിപ്പ് ഇട്ടിട്ട് ഞാനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അതിലാണെങ്കിൽ എന്നെ കാണാൻ നല്ല ബോറായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഉള്ള പ്രോഗ്രാമും കൂടെ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഞാൻ നേരെ ബാംഗ്ലൂർ പോയി ഒരു 3 years വർക്ക് ചെയ്തു. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നു ബാംഗ്ലൂരായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഏഷ്യാനെറ്റിൽ എന്നെ നിതിൻ ചേട്ടനായിരുന്നു കോമഡി മാമാങ് എന്ന് പറഞ്ഞൊരു ഷോയിൽ ഡാൻസിന് വിളിച്ചത്. അപ്പം ഞാനൊരു ബ്രേക്കിൽ ഞാനത് ഫസ്റ്റ് ക്യാൻസൽ ചെയ്ത ഷോ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ബിഗ് ബോസിൽ വരാനുള്ള യോഗ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി വീണ്ടും. അപ്പോൾ അവസാനം എനിക്ക് ഓഫീസിൽ നിന്ന് ലീവ് തന്നു. അങ്ങനെ സാറ്റർഡേ സൺഡേ പോയി, സാറ്റർഡേ പഠിച്ചു, സൺഡേ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന രീതിയിൽ ഞാൻ പോയി. അപ്പോഴാണ് എന്നെ പ്രവീൺ സാർ കാണുന്നത്. അപ്പോൾ നീ എവിടെയായിരുന്നു ഇത്രയും കാലം? ആർക്കെന്നെ ഓർമ്മയില്ലായിരുന്നു, എല്ലാവരും പറഞ്ഞു തോന്നുന്നു. അപ്പൊ വീണ്ടും എല്ലാവരും എന്നെ കാണാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ടല്ലേ എന്നുള്ളൊരു ആ ഒരു സംഭവം അവർക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിൽ തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രവീൺ സാർ കൂടെ നിന്നത് ഇങ്ങനെ ബിഗ് ബോസിന്റെ ഓഡിഷൻ നടക്കുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു 1 minute ഞാനിപ്പോ വിളിക്കട്ടോ. കാരണം ഞാനപ്പോ ഒന്നും പറഞ്ഞില്ല. ഞാനപ്പോ തന്നെ എന്റെ ചേച്ചി, അനിയത്തി, അമ്മ, അച്ഛൻ എല്ലാവരും വിളിച്ചു. അമ്മ ഇങ്ങനെ ഒരു കോള് വന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛാ ഓക്കെ. അമ്മ ആദ്യം തന്നെ പറഞ്ഞു അയ്യോ വേണ്ട, എന്റെ മോള് പോട്ടെ, കാരണം അമ്മയ്ക്ക് പേടിയാണ്, ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അവിടെ എങ്ങനെ നിൽക്കുന്നു അറിയില്ല. ബട്ട് ചേച്ചി എനിക്ക് നേരെ തിരിച്ചു തരണം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നിനക്ക് ലൈഫ് എന്താന്ന് പഠിക്കാൻ പറ്റും. ഞാനിത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ആ വാക്ക് ഓർക്കണം. അവര് പറഞ്ഞത് വെറുതെ ഇത് കളയുണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്, എത്ര ദിവസം നിൽക്കുന്നുള്ളതെന്നല്ല, ഒരു ബ്രേക്കിന് ശേഷം പോയല്ലോ, അപ്പോൾ ഒരു നല്ല പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രവീൺ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ ഞാൻ വരാം. പിന്നെ ഒരു നീണ്ട ഒരു ജേർണി ആയിരുന്നു, കുറേ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസിൽ അതൊക്കെ ബിഗ് ബോസ് തുടങ്ങുന്ന 2 ദിവസം മുന്നെയാണ് എനിക്ക് കോൾ വരുന്നത്, ഞാൻ സെലക്ട് ആയി കയറാൻ പറഞ്ഞിട്ട്. അപ്പൊ തന്നെ മനസ്സുകൊണ്ട് പ്രിപ്പയർ ആവുന്ന സമയം കിട്ടിയിട്ടില്ല. ഞാൻ ആക്ച്വലി എന്റെ ചേച്ചി എനിക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന ടൈമിലേക്ക് ഞാൻ അവിടെ വർക്ക് ചെയ്യായിരുന്നു. കാരണം എനിക്ക് എന്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഏൽപ്പിക്കേണ്ട സമയമാണ്. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ലാസ്റ്റ് മന്തിലെ സാലറി പോലും കിട്ടി. ഇപ്പോഴും കിട്ടിയിട്ടില്ലേ? ഇല്ല, തരൂല. ഓക്കെ, പക്ഷേ എത്ര നല്ല 2 ദിവസം മുന്നേ കോള് വരുമ്പോഴാണെങ്കിലും
എങ്ങനെ ഞാൻ അവിടെ ഈ മുന്നത്തെ സീസൺ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കാണാറുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാവും എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നില്ലേ? എനിക്കറിയായിരുന്നു ഞാൻ കുറെ പൊട്ടത്തരങ്ങൾ കാണിക്കും അല്ലെങ്കിൽ പൊട്ടത്തരങ്ങൾ പറയുന്നത്. കാരണം എന്നെ അറിയുന്ന വ്യക്തികൾക്കറിയാം ഞാൻ എന്താന്ന്. വായി തുറന്ന പൊട്ടത്തരം മാത്രമേ ഞാൻ പറയുള്ളൂ. എന്റെ അഭിമാനത്തോടെ പറയൂ. അല്ല, എനിക്കറിയാം ഞാൻ ഇവിടെ എന്ത് പറയും. അത് എന്റെ ചേച്ചി എനിക്ക് അടുത്ത് ആദ്യം പറഞ്ഞതിന് വെറുതെ കിടന്ന് അഭിനയിക്കാനൊന്നും നിൽക്കണ്ട, കാരണം എന്നെ കൊണ്ട് പറ്റില്ല. എന്താണോ നീ അത് അതുപോലെ നിന്നാൽ മതി. പക്ഷെ എന്തെങ്കിലും പറയുമ്പോൾ നീ ആലോചിക്കണം, കാരണം നാട്ടുകാർ മൊത്തം കാണുന്നൊരു സംഭവമാണ്. പക്ഷെ എന്താ, നമ്മള് പോയി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും നമ്മളെ ചുറ്റും ക്യാമറ ഉണ്ട് അല്ലെങ്കിൽ ഒരു മൈക്ക് ഉണ്ടെന്നൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ഓർമ്മ ഉണ്ടല്ലോ, ഒരു നോർമൽ ലൈഫ് അങ്ങ് പോകും നമ്മൾ. അല്ലെങ്കിൽ പിന്നെ അത്രയും പ്ലാൻഡായി അങ്ങനെയൊക്കെ പോവാണെങ്കിൽ മേ ബി നമുക്ക് നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാനൊക്കെ പിന്നീട് മറന്നുപോയി എനിക്ക് ക്യാമറ പോലുള്ള കാര്യം. അല്ല, എപ്പോഴായിരുന്നു ആ ഒരു, ഇപ്പൊ എത്ര ഡേയ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു ദിൽഷയ്ക്ക് തന്നെ ഞാൻ മാറി തുടങ്ങി, എനിക്കിനി ആ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നി തുടങ്ങി? എത്ര ഡേയ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു? എനിക്ക് ഫസ്റ്റ് ആ സീസൺ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഫസ്റ്റ് ഞാനൊരു വ്യക്തി അവിടെ ഉണ്ടോന്ന് പോലും നാട്ടുകാർക്ക് ഒന്നും വിടില്ല. എന്റെ ചേച്ചി എനിക്ക് ഉറപ്പിച്ചത് 2ാമത്തെ വീക്കിൽ ഞാൻ തിരിച്ചു വീട്ടിൽ വരുന്നത്. ആ അവസ്ഥയായിരുന്നു എനിക്ക്. ഒന്നും ചെയ്യില്ല, വെറുതെ അവിടെ ബിഗ് ബോസിൽ പോയി ഫുഡ് കഴിച്ച് വരുന്നൊരവസ്ഥയായിരുന്നു. പക്ഷെ പിന്നീട് അത് ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ ഇൻവോൾവ് ആവാൻ തുടങ്ങി ഓരോ കാര്യത്തിലും. പിന്നെ നമ്മൾക്കും ഒരു എന്താ പറയാ, അവിടെ നിൽക്കുകയാണ് നമ്മള്, ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ ആ സാഹചര്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റുള്ളവര് റിയാക്ട് ചെയ്യുന്നതിലും ദിൽഷ ഭയങ്കരമായിട്ട് ആ ഒരു ഭയങ്കര റിയാക്ഷൻ എന്നുള്ള ഇതിലേക്ക് പോവാതെ മാക്സിമം നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് നോക്കിയതല്ല സത്യത്തിൽ, എനിക്ക് അങ്ങനെ വരൂല. ഞാൻ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആവുന്ന, അതായത് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെത്. ഞാൻ മാക്സിമം ക്ഷമിക്കും. പിന്നെയും എന്തെങ്കിലും എൻ്റെ അടുത്ത് ഇതാക്കിയാലും എനിക്ക് ആ ദേഷ്യപ്പെടുന്നതിന് എനിക്കൊരു ലിമിറ്റ് ഉണ്ട്, അതിലപ്പുറം എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എനിക്ക് അതിലൊന്നും എനിക്ക് പേടിയില്ല എൻ്റെ കാര്യത്തിൽ. ഇങ്ങനെ ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടായ്മകൾ വിളിച്ച് പറയാം, അങ്ങനത്തെ ഒരു ടെൻഷൻ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ ഞാൻ പറയോ ചെയ്യോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ മാത്രമേ എനിക്ക് എൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ റംസാൻ അടുത്ത് വെച്ചപ്പോ റംസാൻ പറഞ്ഞു ക്യാമറ ഉണ്ടെന്നുള്ള പേടിയൊന്നും എനിക്കില്ല, പക്ഷെ എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നവർക്ക് ക്യാമറ ഉണ്ടെന്നും ആ ക്യാമറ ഉള്ളത് കൊണ്ട് അവർ എങ്ങനത്തെ രീതിയിലാണ് നിക്കണെന്നും റംസാൻ ഓപ്പോസിറ്റ് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ ദിൽഷയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, ക്യാമറ ഉണ്ട്, അപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ ഇപ്പൊ സിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ വായിന്ന് എന്ത് വരും അതൊക്കെ ഞാൻ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു കോൺഷ്യസ് മൈൻഡ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ. ഡോക്ടർ റോബിനുമായുള്ള അടുപ്പവും പിന്നീട് റോബിനെ ദിൽഷ പറ്റിച്ചു എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും, റോബിന്റെ വോട്ട് കൂടി കിട്ടിയിട്ടാണ് ദിൽഷ ബിഗ് ബോസ് ജയിച്ചത് തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ ഇതിനടുത്ത് കേട്ടു. ഇപ്പോൾ റോബിന്റെ വിവാഹവുമായിരിക്കുകയാണ്. ബിഗ് ബോസിലുള്ള പല താരങ്ങളുമായിട്ടും പല മത്സരാർത്ഥികളുമായിട്ടും ദിൽഷ ഇപ്പോഴും വളരെ വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ദിൽഷയുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും റിയാസുമായിട്ടാണ് ദിൽഷയ്ക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. ഇപ്പോൾ റിയാസിനോട് തന്റെ വിവാഹമായി എന്ന് പറയുന്ന ദിൽഷയുടെ ഒരു ഇന്റർവ്യൂ ഭാഗമാണ് വൈറലായി മാറുന്നത്. ടെൻഷൻ ഉണ്ടായിരുന്നില്ല, കാരണം അവസാനം വരെ ഞാൻ നിൽക്കുന്ന കാര്യം എനിക്കറിയാം. എന്ത് ടാസ്ക് എന്നാലും ഞാൻ ചെയ്യും. ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ഇതിൽ ലൈക്ക് അവസാനം വന്ന ടാസ്ക് ഒക്കെ ഭയങ്കര ടഫായിരുന്നു. എന്നിട്ട് 7 hours ഒക്കെ വെള്ളം പിടിച്ച് നിൽക്കുക, 2.5 hours ഒറ്റക്കാലിൽ നിൽക്കുക, അതൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള ടാസ്കുകളായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് രസമാണ്, എനിക്ക് ഇഷ്ടം അങ്ങനെയൊക്കെ ചെയ്യാൻ. എനിക്ക് തല്ലുകൂടുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് നിങ്ങൾ കുറെ ടാസ്ക് തന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ. അതെ അതെ. ഓക്കെ, ദിൽഷ ആർമിയെ കുറിച്ച് പറ, എന്താ ഇപ്പൊ പറയാനുള്ളത്? ആർമി എന്നൊന്നും പറയാൻ പറ്റൂല, കുറച്ച് ഫാമിലി എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അപ്പം അവരെ കുറിച്ച് എനിക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം ഞാൻ ഒരുപാട്, നിങ്ങൾക്ക് തന്നെ അറിയാം, എന്നെ ഒരുപാട് സൈബർ അറ്റാക്കും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം. അപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അതായത് എൻ്റെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ചേച്ചിക്ക് എന്താണോ ആഗ്രഹം അത് ചെയ്യൂ, നമ്മളൊക്കെ ഉണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് എൻ്റെ കൂടെ. അവരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, എപ്പോഴും അവരെൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും ആയി എന്നല്ല, ഞാൻ ഇനി എന്തെങ്കിലും ആവുകയാണെങ്കിൽ എൻ്റെ ലൈഫിലും ഒരു നടിയോ എന്തെങ്കിലും ആവുകയാണെങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ എനിക്കൊരു പ്രശ്നം വന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അവരെൻ്റെ ഒരു ഫാമിലിയാണ്. ബിഗ് ബോസിന്റെ അകത്ത് നിൽക്കുമ്പോ അറിയായിരുന്നു ഇങ്ങനെ പുറത്ത് എനിക്കിങ്ങനെ ഒരു ആർമി ഉണ്ടെന്നൊക്കെ അറിയായിരുന്നു? എനിക്ക് അറിയില്ലായിരുന്നു. കാരണം എനിക്ക്
ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേരുടെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ചിരിക്കുന്ന വീഡിയോ, കുറെ പാട്ടുകളൊക്കെ ഇട്ടിട്ട്. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ദിൽഷയും റംസാനെയും അറിയാത്ത മിനി സ്ക്രീൻ പ്രേക്ഷകർ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. ഇരുവരും ഡാൻസേഴ്സ് ആണ്. ദിൽഷയാണെങ്കിലും റംസാൻ ആണെങ്കിലും D4 ഡാൻസ് എന്ന പരിപാടിയിലൂടെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. പിന്നീട് ബിഗ് ബോസിൽ മത്സരിച്ച് ഇരുവരും നമുക്ക് പ്രിയങ്കരരായി മാറുകയും ചെയ്തു. റംസാനെ എപ്പോഴും നമ്മുടെ വീട്ടിലെ ഒരു കൊച്ചുകുട്ടി എന്ന നിലയിലാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ ബിഗ് ബോസിൽ എത്തിയപ്പോൾ റംസാന്റെ ദേഷ്യവും ആ ആറ്റിറ്റ്യൂഡും ഒക്കെ നമുക്ക് ഇത്തിരിയൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ പിന്നീട് അത് മാറുകയും ചെയ്തു. റംസാനും ദിൽഷയും വിവാഹിതരാകുമോ എന്ന കാര്യം പലപ്പോഴും സോഷ്യൽ മീഡിയ ചോദിച്ചിട്ടുള്ളതാണ്. ഇരുവരുടെയും അറ്റാച്ച്മെന്റും ഇരുവരും ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഇവർ ഒന്നിക്കും എന്ന് തന്നെയാണ് പലപ്പോഴും പറഞ്ഞത്. എന്നാൽ ദിൽഷയെക്കാളും പ്രായം കുറവാണ് റംസാന്. ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ്. ഈ സൗഹൃദത്തെ തന്നെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ ആയുധമാക്കിയിട്ടുള്ളത്. എന്നാൽ ഡാൻസേഴ്സ് എന്നതിലുപരി ഇപ്പോൾ അടുത്ത കൂട്ടുകാരാണ്, ഒരു കുടുംബം പോലെയാണ് ദിൽഷയും റംസാനും. റംസാന്റെ ഒരു ഇന്റർവ്യൂവിൽ റംസാനും ദിൽഷയ്ക്ക് കൊടുത്ത ഒരു പണിയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ഇരുവരുടെയും സൗഹൃദം തന്നെ ആ ഒരു ഫോൺ കോളിൽ നമുക്ക് മനസ്സിലാകും.